ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 6ൻ്റെ അടുത്ത കാര്യങ്ങളാണ് നമുക്ക് നോക്കുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫ്യൂസാണ്. ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സേഫ്റ്റി ഡിവൈസാണ്. ഫ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു സേഫ്റ്റി ഡിവൈസാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിലാണ് സർക്യൂട്ടിൽ നമ്മൾ ഫ്യൂസ് വരുന്നത്. ഒന്ന് കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസും അതേപോലെ തന്നെ അയൺ ക്ലാഡ് ഫ്യൂസ് കട്ടൗട്ടും. ഇതൊരു രണ്ട് തരത്തിലുള്ള ഫ്യൂസാണ്. ഇതല്ലാതെ വേറെയും ഫ്യൂസുകളുണ്ട്. നമുക്കതൊരു പർട്ടിക്കുലർ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ നേച്ചർ എന്നുള്ളതനുസരിച്ചാണ് ഈ രണ്ട് ടൈപ്പ് ഫ്യൂസ് എന്ന് വരുന്നത്. അപ്പോൾ കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസ് എന്ന് പറയുന്നത് ഇതൊരു റീവയറബിൾ ഫ്യൂസാണ്. നമുക്ക് ആ ഫ്യൂസ് എലമെൻറ്റിനെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അതാണ് കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. റീവയറബിൾ ഫ്യൂസാണ്. അപ്പോൾ കിറ്റ്കാറ്റ് ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് ഒരു ബേസും അതേപോലെ തന്നെ ഒരു ക്യാരിയറും. ഈ ബേസ് എന്ന് പറയുന്നത് ഇതൊരു ഫിക്സഡ് പാർട്ടാണ്. ക്യാരിയർ എന്ന് പറയുന്നത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന അല്ല, റിമൂവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബേസ് പാർട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് ക്യാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരിയർ നമ്മൾ ബേസിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാണ് വെക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം തന്നെയാണ്. ഇതാണൊരു ബേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മേലെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഈ ഒരു പൊസിഷനാണ് നമ്മൾ ക്യാരിയർ എന്ന് പറയുന്നത്. ഈ ക്യാരിയറിൻ്റെ മേലെയാണ് നമ്മൾ ഫ്യൂസ് എലമെൻറ്റ് ഫിക്സ് ചെയ്ത് വെക്കുക. ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ കോണ്ടാക്റ്റുകളെ രണ്ട് പോയിൻറ്റുകളിലും നമ്മുടെ ലൈവ് പോയിൻറ്റിനെ ഫേസ് വയറിന് രണ്ട് പോയിൻറ്റുകളിലും കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിൻ്റെ ഒരു എൻഡിൽ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ഒരു എൻഡും മറ്റേ സൈഡിലത്ത് ഔട്ട് ഗോയിങ് എൻഡും ഇൻകമിങ് എൻഡും ഔട്ട് ഗോയിങ് എൻഡും നമ്മൾ കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ക്യാരിയറിൻ്റെ മേലുള്ള ഫ്യൂസ് എലമെൻ്റാണ് ഈ രണ്ട് പോർഷനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഫ്യൂസ് എലമെൻ്റാണ്. ഫ്യൂസ് എലമെൻറ്റ് നമ്മൾ പലതരം മെറ്റീരിയൽ കോപ്പറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്യൂസ് എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സർക്യൂട്ടിൻ്റെ പാരാമീറ്റർ അനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഫ്യൂസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂസായിട്ട് ബന്ധപ്പെട്ട് ടേമും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അയൺ ക്ലാഡ് ഫ്യൂസ് കട്ടൗട്ടാണ്. ഇത് ഈ കിറ്റ്കാറ്റ് ഫ്യൂസ് തന്നെയാണ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയണിൻ്റെ കവർ ഉണ്ടാവും. ഒരു അയൺ കവറിനുള്ളിലാണ് നമ്മൾ ഈ കിറ്റ്കാറ്റ് ഫ്യൂസ് വെക്കുന്നത്. അതായത് നോർമലി കിറ്റ്കാറ്റ് ഫ്യൂസ് അല്ല, അയൺ ക്ലാഡ് ഫ്യൂസ് കട്ടൗട്ട് വയ്ക്കുന്നു. ഈ അയൺ ക്ലാഡ് ഫ്യൂസ് കട്ടൗട്ട് നമ്മൾ നോർമലി തരുന്നത് നമ്മുടെ സർവീസ് പ്രൊവൈഡറാണ് ഈ ഒരു ഫ്യൂസ്, ഈ ടൈപ്പ് ഫ്യൂസ് തരുന്നത്. അതായത് നമ്മുടെ KSCB അവർ തരുന്ന സപ്ലൈ നമ്മൾ അവരുടെ മീറ്ററിങ്ങിന് മുമ്പ് എവിടെയും ടാപ്പ് ചെയ്യുന്നില്ല എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന കിറ്റ്കാറ്റ് ഫ്യൂസിനെ ഒരു അയൺ കവറിനുള്ളിലാക്കിയിട്ട് അതിനെ നമ്മൾ സീൽ ചെയ്ത് വെക്കും. ആ സീൽ ചെയ്ത് വെക്കുന്ന ഫ്യൂസ് ടൈപ്പിനെയാണ് നമ്മൾ അയൺ ക്ലാഡ് ഫ്യൂസ് കട്ടൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കിറ്റ്കാറ്റ് ഫ്യൂസ് തന്നെയാണ്. ബട്ട് അയൺ ക്ലാഡിൽ നമ്മളൊരു അയണിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കുന്നു, പുറത്ത് സീൽ ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് കുറച്ച് ടേംസ് പറയാം, എന്നിട്ട് ഫ്യൂസിൻ്റെ ടൈപ്പിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ഫ്യൂസ് എലമെൻറ്റ്. ഫ്യൂസ് എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഫ്യൂസിൻ്റെ ഏത് പാർട്ടാണോ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെൽറ്റ് ആവുന്നത് അതിനെയാണ് നമ്മൾ ഫ്യൂസ് എലമെൻറ്റ് എന്ന് പറയുക. അതായത് നമ്മൾ സർക്യൂട്ടിനകത്ത് മെൽറ്റായി സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫ്യൂസിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ ഫ്യൂസ് എലമെൻറ്റ് എന്ന് പറയുക. ഇത് ടിന്നിൽ ലെഡോ അല്ലെങ്കിൽ കോപ്പറോ അലൂമിനിയോ ഒക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഫ്യൂസ് എലമെൻ്റ് എന്ന് പറയുന്നത് സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെൽറ്റ് ആവുന്ന പോർഷനെയാണ് ഫ്യൂസ് എലമെൻ്റ് എന്ന് പറയുക. ഈ ഫ്യൂസ് എലമെൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന മൂവബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ റിമൂവബിൾ എന്നല്ല പറയുക, റിമൂവബിൾ ആയിട്ടുള്ള പോർഷനെ പറയുന്ന പേരാണ് ഫ്യൂസ് കാരിയർ. ഈ ഫ്യൂസ് കാരിയറിനെ ഹോൾഡ് ചെയ്ത് നിർത്തുകയും സർക്യൂട്ടിൻ്റെ രണ്ട് സൈഡിനെയും കണക്ട് ചെയ്യുകയും ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ ഫ്യൂസ് ബേസ് എന്ന് പറയുക. ഈ മൂന്ന് സാധനം നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതാണ്. ഈ മൂന്ന് കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫ്യൂസ് എലമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, ഫ്യൂസ് കാരിയർ എന്താണെന്ന് പറഞ്ഞു, ഫ്യൂസ് ബേസ് എന്താണെന്നും പറഞ്ഞു. ഇനി അതേപോലെ നമുക്ക് പറയാനുള്ള അടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് കറണ്ട് റേറ്റിംഗ്. ഒരു ഫ്യൂസിൻ്റെ കറണ്ട് റേറ്റിംഗ് എത്രയാണ്? അപ്പോൾ ഫ്യൂസിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്യൂസ് ഓവർ ഹീറ്റ് ആവാതെ എത്ര കറണ്ട് ആ ഫ്യൂസ് എലമെൻറ്റിലൂടെ പാസ് ചെയ്യാൻ പറ്റുമോ. ഈ മെൽറ്റ് ആവുന്നത് ഹീറ്റ് ആയതിനു ശേഷമാണ്. അപ്പോൾ ഹീറ്റ് ആയിട്ടാണ് അത് മെൽറ്റ് ആവുന്നത്. അപ്പോൾ ഫ്യൂസ് എലമെൻറ്റ് ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. ഓവർ ഹീറ്റ് ആവാതെ ആ ഫ്യൂസ് എലമെൻറ്റിന് എത്ര കറണ്ട് സേഫായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുക.
അതായത് ആ ഫ്യൂസിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയും. ഓവർ ഹീറ്റ് ആവാൻ പാടില്ല, ആ സർക്യൂട്ട് ബ്രേക്ക് ആവാനും പാടില്ല, ആ ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ആവാനും പാടില്ല, ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുകയും വേണം. ആ കറണ്ടിനെയാണ് നമ്മൾ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറണ്ട് റേറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ കറണ്ട് റേറ്റിങ്ങിൻ്റെ മേലെ കറണ്ട് കയറി കഴിഞ്ഞാൽ ആ ഫ്യൂസ് എലമെൻറ്റ് ഹീറ്റ് ആവുകയും മെൽറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ആ ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ആവുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ഫ്യൂസിങ് കറണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഫ്യൂസിങ് കറണ്ടാണ് എന്തിനേക്കാളും കൂടുതലുണ്ടാവുക? കറണ്ട് റേറ്റിങ്ങിനേക്കാളും കൂടുതലുണ്ടാവുക. ക്ലിയർ? ഇത് ഓർമ്മയിലുണ്ടായിരിക്കണം, ചോദിക്കും. അപ്പോൾ കറണ്ട് റേറ്റിങ്ങും ഫ്യൂസിങ് കറണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്യൂസിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോസിബിൾ കറണ്ടിനെയാണ് കറണ്ട് റേറ്റിംഗ് എന്ന് പറയുക. ആ ഫ്യൂസ് മെൽട്ടാവുന്ന കറണ്ടിനെയാണ് നമ്മൾ ഫ്യൂസിങ് കറണ്ട് എന്ന് പറയുക. ഇനി ഈ ഫ്യൂസിങ് കറണ്ട് സർക്യൂട്ടിൽ വന്നതിന് ശേഷം, ആ ഫ്യൂസിങ് കറണ്ട് സർക്യൂട്ടിൽ വന്നതിന് ശേഷം ആ കറണ്ടിനനുസരിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മെൽറ്റ് ആവണം. അങ്ങനെയാണ് ഫ്യൂസ് നമ്മുടെ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ടൈം എടുക്കും, അതിനൊരു ടൈം പീരീഡ് ഉണ്ടാകും. ആ ടൈം പീരീഡിനെയാണ് നമ്മൾ കട്ട് ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത്. ആ ഒരു ഫാൾട്ട് വന്നതിന് ശേഷം ആ സർക്യൂട്ടിനെ ഫ്യൂസ് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സർക്യൂട്ടിനെ ഫ്യൂസ് ആ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, മെൽറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനെ പറയുന്ന പേരാണ് കട്ട് ഓഫ് ഫാക്ടർ. അടുത്ത ടേം എന്ന് പറയുന്നത് ഫ്യൂസിങ് ഫാക്ടറാണ്. നമ്മൾ ആദ്യം രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂസിങ് കറണ്ടും കറണ്ട് റേറ്റിങ്ങും. ഇത് തമ്മിലുള്ള റേഷ്യോയെ പറയുന്ന പേരാണ് എന്ത്? ഫ്യൂസിങ് ഫാക്ടർ. ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസിങ് കറണ്ട് എഗെയിൻസ്റ്റ് കറണ്ട് റേറ്റിംഗ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഫ്യൂസിങ് കറണ്ടാണ് ഏറ്റവും ഹയർ ദാൻ കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആയിരിക്കും. 1ന് മേലെ ആയിരിക്കും ആരുടെ വാല്യൂ എന്ന് പറയുന്നത്? ഫ്യൂസിങ് ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നു. അപ്പോൾ നോർമലി റീവയറബിൾ ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത് 1.4നും 1.7നും ഇടയിലാണ് വരിക. അത് മാക്സിമം 2 വരെ പോകാം. പക്ഷേ നോർമലി നമ്മൾ 1.4 ആണ് നല്ല ഒരു സർക്യൂട്ടിന് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഫ്യൂസിങ് ഫാക്ടറിൻ്റെ വാല്യൂ. ഇനി ഇതല്ലാതെ വേറൊരു ടൈപ്പ് ഫ്യൂസ് ഉണ്ട്, HRC ഫ്യൂസ് എന്ന് പറയും, ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ്. അത് നമുക്ക് എന്താണെന്ന് പറയാം. ഹൈ റപ്ചറിങ് കപ്പാസിറ്റി എന്താണെന്നും ഹൈ റപ്ചറിങ് കപ്പാസിറ്റി എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസിൻ്റെ അല്ലെങ്കിൽ HRC ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത് 1.11 ആണ്. ഇത് 1.1 ആണ്. പലപ്പോഴും ഇതും ഈ ഒരു വാല്യൂസും ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് വയറിങ്ങിൽ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ഫ്യൂസുകളുണ്ട്. ഒന്ന് റീവയറബിൾ ഫ്യൂസും അതേപോലെ തന്നെ കാറ്ററിഡ്ജ് ടൈപ്പ് ഫ്യൂസും. റീവയറബിൾ ഫ്യൂസ് നമ്മൾ 200 ആംപിയർ വരെ യൂസ് ചെയ്യുന്നു. കാറ്ററിഡ്ജ് ഫ്യൂസ് 1250 ആംപിയർ വരെ യൂസ് ചെയ്യുന്നതാണ് കാറ്ററിഡ്ജ് ഫ്യൂസ്. റീവയറബിൾ ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ആ ഫ്യൂസ് എലമെൻറ്റ് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്യൂസ് എലമെൻറ്റിന് ഈസി ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് റീവയർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കാറ്ററിഡ്ജ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര ഈസി ആയിട്ട് നമുക്ക് റീവയർ ചെയ്യാനോ ഇതാക്കാനോ പറ്റില്ല. ആ യൂണിറ്റിനെ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എടുക്കണം. അതായത് ഈ കാറ്ററിഡ്ജ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു റീവയറബിൾ ടൈപ്പിൻ്റെ കുറേ ഡിസ്അഡ്വാൻറ്റേജുകൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീവയറബിൾ ഫ്യൂസിനെ നമുക്ക് കാലം ചേർന്നതിനനുസരിച്ച് ഓക്സിഡേഷൻ, റീറ്റോറിയേഷൻ ഒക്കെ പോലെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ടെമ്പറേച്ചർ അനുസരിച്ചുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ സ്പീഡ് ഓപ്പറേഷൻ, വളരെ പെട്ടെന്ന് ഓപ്പറേഷൻസ് ഒന്നും അത് ഇല്ല. അതേപോലെ തന്നെ ഫ്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ആർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അതല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്യൂസ് റിവയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് ഫ്യൂസ് പെട്ടെന്ന് പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിക്നെസ് കൂട്ടിയ കോപ്പർ വയറൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതായത് ഹ്യൂമൻ എറർ കാരണം അതിനകത്ത് ഫ്യൂസിൻ്റെ റേറ്റിംഗ് അനുസരിച്ചുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, റേറ്റിങ്ങിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഫ്യൂസിൻ്റെ എലമെൻറ്റിൻ്റെ ഇതിൽ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ അതൊരു ഹ്യൂമൻ എറർ കാരണം നമ്മുടെ സർക്യൂട്ടിനെ വേണ്ട രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ റിവയറബിൾ ഫ്യൂസിന് ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജുകൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കാറ്ററിഡ്ജ് ടൈപ്പ് ഫ്യൂസ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നോർമലി കാറ്ററിഡ്ജ് ഫ്യൂസ് ഉണ്ടാക്കുന്നത്. ആക്ച്വലി കാറ്ററിഡ്ജ് ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ ടൈറ്റ് ചേംബറിനകത്ത് ഒരു ഫ്യൂസ് എലമെൻറ്റിനെ വെക്കുന്നതിനെയാണ് നമ്മൾ കാറ്ററിഡ്ജ് ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാറ്ററിഡ്ജ് ഫ്യൂസുകൾ 2 രീതിയിലാണ് കാറ്ററിഡ്ജ് ഫ്യൂസുകൾ ഉണ്ടാവുക. ഒന്ന് ലോ റപ്ചറിങ് കപ്പാസിറ്റിയും അതേപോലെ തന്നെ ഹൈ റപ്ചറിങ് കപ്പാസിറ്റിയും. ഈ 2 രീതിയിലാണ് കാറ്ററിഡ്ജ് ഫ്യൂസുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? അപ്പോൾ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂസിന്, ഒരു ഫാൾട്ട് സർക്യൂട്ടിന്, ഒരു സർക്യൂട്ടിനകത്ത് ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു കാറ്ററിഡ്ജ് ഫ്യൂസിന് ആ സർക്യൂട്ടിനെയോ അല്ലെങ്കിൽ ആ ഫ്യൂസിനെയോ ഡാമേജ് ആവാതെ അതിനകത്ത് ഒരു ആർക്കോ അല്ലെങ്കിൽ അതിനകത്ത് ഒരു ബ്ലാസ്റ്റോ ഇല്ലാതെ
സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂസിന് ഒരു ഫാൾട്ടി സർക്യൂട്ടിനെ ആർക്കിങ്ങോ ഡാമേജോ ഇല്ലാതെ ഓപ്പൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ പറയുന്നവരാണ് റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല റപ്ചറിങ് കപ്പാസിറ്റിയുള്ള ഫ്യൂസിനെയാണ് നമ്മൾ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് എന്ന് പറയുക. റപ്ചറിങ് കപ്പാസിറ്റി കുറവുള്ള ആളിനെയാണ് നമ്മൾ ലോ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മളുടെ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി കാറ്റഡിജ് ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു എയർ ടൈറ്റ് ചേമ്പറിനകത്ത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള ഒരു ഫ്യൂസ് എലമെൻറ്റ് നമ്മൾ ഒരു എയർ ടൈറ്റ് ചേമ്പറിനകത്ത് നമ്മൾ ഇതിനകത്ത് വെക്കും. നോർമലി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂസിങ് എലമെൻറ്റ് എന്ന് പറയുന്നത് സിൽവർ അലോയ് ആണ്. സിൽവറിൻ്റെ അലോയ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്യൂസിങ് എലമെൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സിൽവർ അലോയ്ക്ക് കൂടെ തന്നെ നമ്മൾ ഒരുപാട് എന്താ പറയുക ആർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പാർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാൻഡ് അല്ലെങ്കിൽ പൗഡർ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിനകത്ത് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ HRC ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് പീരീഡിനകത്ത് നോർമലി 0.013 സെക്കൻഡ് അത്രയും ഷോർട്ട് പീരീഡിനുള്ളിൽ നമുക്ക് ആ ഫ്യൂസിൻ്റെ ആക്ഷൻ കിട്ടുന്ന തരത്തിൽ അല്ലെങ്കിൽ തരുന്ന തരത്തിലുള്ള ഫ്യൂസിനെയാണ് നമ്മൾ HRC ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് അതേപോലെ തന്നെ ലോ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് 2 ഫ്യൂസുകളുണ്ട്. അതിൽ ലോ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസുകളിൽ തന്നെ പിന്നെയും നമ്മൾ ക്ലാസിഫിക്കേഷനൊക്കെ പറയുകയാണെങ്കിൽ പലതരത്തിലുള്ളതുണ്ട്. ഫെറൂൾ കോണ്ടാക്റ്റ് ഉണ്ട്, ഡയാസ്ഡ് സ്ക്രൂ ടൈപ്പ് ഉണ്ട്, നമ്മൾ സ്ക്രൂ വെച്ചിങ്ങായിട്ട് ഇങ്ങനെ വെക്കുന്ന സാധനം, നമ്മുടെ UPSൻ്റെ ഒക്കെ പുറകിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഇൻവെർട്ടറിനൊക്കെ പുറകിലുണ്ടാകുന്ന ടൈപ്പ്, അതൊക്കെ കാറ്റഡിജ് ടൈപ്പ് ഫ്യൂസുകളാണ്. അതൊക്കെ ലോ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസുകളാണ്. നമുക്കൊരു ട്യൂബിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കാണുന്നുണ്ടാവും, ഒരു ട്യൂബിനകത്ത് ഇങ്ങനെ കാണും, അത് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഉണ്ടാവും. മറ്റേ ഫെറൂൾ കോണ്ടാക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്, ഒരു സിലിണ്ട്രിക്കൽ ട്യൂബിനകത്ത് ഇങ്ങനെ സിലിണ്ട്രിക്കൽ ട്യൂബിനകത്ത് വരുന്നത്. ഇതിനാണ് ഫെറൂൾ കോണ്ടാക്റ്റ് ലോ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് എന്ന് പറയും, LRC ഫ്യൂസ് എന്ന് പറയും. അതേപോലെ തന്നെ സ്ക്രൂ ക്യാപ്പ്, നമ്മൾ ചില ഡിവൈസസുകളുടെ പുറകിൽ ഒരു സ്ക്രൂ ഉണ്ടാവും, ഒരു റെഡ് സ്ക്രൂ, അത് തിരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അത് ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സ്ക്രൂ വരുന്നത്. അതൊക്കെ പല ടൈപ്പ് ലോ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസുകളാണ്. അതേപോലെ തന്നെ ഹൈ റപ്ചറിങ് കപ്പാസിറ്റിയിലും ഇതേപോലെ പലതരത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂസുകൾ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്യൂസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് മെയിനായിട്ട് അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് കൺട്രോളിങ് ആക്സസറീസ് ആണ്. കൺട്രോളിങ് ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഫ്യൂസ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസാണ് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ആക്സസറിയാണ്. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത് കൺട്രോളിങ് ആക്സസറിയാണ്. ഈ സ്വിച്ചിൻ്റെ ബാക്കി തന്നെ വരുന്നതാണ് നമ്മുടെ MCBയും കാര്യങ്ങളൊക്കെ. അത് സേഫ്റ്റി ഡിവൈസ് എന്ന് പറഞ്ഞ് രണ്ടാമത് വേറൊരു സെക്ഷനായിട്ടാണ് ഇതിനകത്ത് സിലബസ് കൊടുത്തത്. ഞാൻ സിലബസ് ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ അടുത്തത് കൺട്രോളിങ് ആക്സസറീസിനെ പറ്റി പറയും. അപ്പോൾ കൺട്രോളിങ് ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിനെ നമുക്ക് മേക്ക് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആക്സസറീസിനെയാണ് കൺട്രോളിങ് ആക്സസറീസ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കൺട്രോളിങ് ആക്സസറിയാണ് ആര്? സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കൺട്രോളിങ് ആക്സസറിയാണ്. നമ്മൾ സ്വിച്ച് വെച്ചാണ് നോർമലി ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? കൺട്രോൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് സ്വിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിനി പറയാനുള്ളത്. പലതരം സ്വിച്ചുകളും പലതരം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് SPST, സിംഗിൾ പോൾ വൺ വേ സ്വിച്ച് എന്ന് പറയും. സിംഗിൾ പോൾ വൺ വേ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 2 ടെർമിനലുള്ള ഒരു സ്വിച്ചാണ് സിംഗിൾ പോൾ സ്വിച്ച് എന്ന് പറയുന്നത്, അതായത് SPST സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ഇത് നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ കൺട്രോളിങ് ഡിവൈസ് എന്ന് പറയുക. നമ്മുടെ സർക്യൂട്ടിനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പ്രൊട്ടക്ഷൻ ഡിവൈസസ് അല്ലെങ്കിൽ സേഫ്റ്റി ഡിവൈസ് എന്നൊക്കെ പറയും. ഫ്യൂസ് നമ്മളുടെ സർക്യൂട്ടിനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണ്, അതൊരു സേഫ്റ്റി ഡിവൈസാണ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഡിവൈസാണ്. നേരെ മറിച്ച് നമ്മൾ കൺട്രോളിങ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മൾ മാനുവലി ആ സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു സിംഗിൾ സർക്യൂട്ടിനെ നമുക്ക് ഒരു സിംഗിൾ ലൊക്കേഷൻസിൽ വെച്ചിങ്ങായിട്ട് നമുക്ക് മേക്ക് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺട്രോളിങ് ഡിവൈസാണ് ആര്? SPST അല്ലെങ്കിൽ സിംഗിൾ പോൾ വൺ വേ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു നോബ് ഉണ്ടാവും, പലതരത്തിൽ ഒരു നോബ് ഉണ്ടാവും, അല്ലെങ്കിൽ പുഷ് ബട്ടണോ അങ്ങനെ പല രീതിയിൽ വരാം. അപ്പോൾ 2 പൊസിഷനാണ് ഇതിനകത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു നോബ് ഉണ്ടാവും, അതിൽ 2 സിറ്റുവേഷനാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ സർക്യൂട്ടിനെ മേക്ക് ചെയ്യുക അല്ലെങ്കിൽ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുക, ഒന്നെങ്കിൽ സർക്യൂട്ടിനെ മേക്ക് ചെയ്യുക അല്ലെങ്കിൽ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുക. ഈ രീതിയിലുള്ള കാര്യമാണ് ഈ ഒരു സിംഗിൾ പോൾ വൺ വേ സ്വിച്ചിനകത്ത് ഉണ്ടാവുക. നോർമലി നമ്മൾ ലൈറ്റ്, ഫാന്, 6 ആംപിയർ സോക്കറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ SPST സ്വിച്ച് എന്നാണ്. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു സ്വിച്ചാണ് SPDT സ്വിച്ച്, സിംഗിൾ പോൾ ഡബിൾ ത്രോ, അതായത് സിംഗിൾ പോൾ 2 വേ സ്വിച്ച് എന്നും പറയും. അതായത് ഒരു സർക്യൂട്ടിനെ നമുക്ക് 2 സ്ഥലത്ത് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കാം. ഇതൊരു 3 ടെർമിനൽ ഡിവൈസാണ്. ഇതിനകത്ത് ടെർമിനൽ എണ്ണം 1 കൂടും. അപ്പോൾ എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക്
ഒരു സർക്യൂട്ടിനെ നമ്മൾ 2 സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ 2 സർക്യൂട്ടിനെ ഒരു സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2 ഓപ്പറേഷൻസ് ഈ സ്വിച്ച് വെച്ച് പോസിബിൾ ആണ്. നമുക്ക് 2 സർക്യൂട്ടിനെ ഒരു സ്ഥലത്ത് വെച്ച് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിനെ 2 സ്ഥലത്ത് വെച്ച് കൺട്രോൾ ചെയ്യാം. അതിനാണ് നമ്മൾ സിംഗിൾ പോൾ 2-വേ സ്വിച്ച് എന്ന് പറയുക. നമ്മൾ നോർമലി സ്റ്റെയർ കേസ് വയറിങ്ങുകൾ, അതേപോലെ തന്നെ 2 സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു ലാമ്പിനെ കൺട്രോൾ ചെയ്യേണ്ട സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരിനെയാണ്? ഈ ഒരു സിംഗിൾ പോൾ 2-വേ സ്വിച്ചിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി അടുത്തതാണ് ഇൻ്റർമീഡിയറ്റ് സ്വിച്ച്. ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 4 ടെർമിനൽ ഡിവൈസാണ്. 4 ടെർമിനലുള്ള ഒരു ഡിവൈസാണ് ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടെർമിനൽ, ഇങ്ങനെ 4 ടെർമിനൽ ഉണ്ടാവും. ഈ 4 ടെർമിനൽ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 4 ടെർമിനലിനെ നമുക്ക് തിരിച്ച് ഇങ്ങനെയും ഇങ്ങനെയൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ 2-വേ സ്വിച്ചിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ആളാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2-വേ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിനെ നമുക്ക് 2 സ്ഥലങ്ങളിൽ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് വിചാരിക്കാം നമുക്കത് 3 അതിലധികമോ സ്ഥലത്ത് വെച്ച് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കാം. ഒരു സർക്യൂട്ടിന്, ഒരു ലൈറ്റിനെ നമുക്ക് 3 സ്ഥലത്ത് വെച്ച് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ 4 സ്ഥലങ്ങളിൽ വെച്ച് കൺട്രോൾ ചെയ്യണം. അപ്പോൾ 3 സ്ഥലത്തോ വെച്ച് ഒരു ലാമ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 2-വേ സ്വിച്ചിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന സ്വിച്ചിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. ആ ഇൻ്റർമീഡിയറ്റ് സ്വിച്ചും കൂടെ നമ്മൾ 2-വേ സ്വിച്ചിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? അച്ചീവ് ചെയ്യുന്നത്. ക്ലിയർ? അതാണ് ഇൻ്റർമീഡിയറ്റ് സ്വിച്ച്. ഇനി വേറെ ടൈപ്പ് സ്വിച്ചാണ് ബെൽ പുഷ് അല്ലെങ്കിൽ പുഷ് ബട്ടൺ സ്വിച്ച്. നമ്മൾ ബെൽ പുഷ് എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഒരു ബട്ടണാണ്. ഇതിനകത്ത് ഒറ്റ സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ, അത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ മേക്ക് ആവും, നമ്മൾ ആ സ്പ്രിംഗ് വിട്ട് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവും. ഇതിനൊരു ഫിക്സഡ് പൊസിഷൻ ഇല്ല, ഒരു സിംഗിൾ പൊസിഷനാണുള്ളത്. അത് സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഒരു ബട്ടണാണിത്. സ്പ്രിംഗ് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അത് സർക്യൂട്ട് മേക്ക് ആവുകയും വിട്ട് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവുകയും ചെയ്യും. ഇത് നമ്മൾ കോളിംഗ് ബെല്ല്, അതൊരു സ്പ്രിംഗ് ബട്ടൺ പ്രഷാണ് അല്ലെങ്കിൽ ബെൽ പുഷ് ബട്ടണാണ്. നമ്മൾ കോളിംഗ് ബെല്ല് പ്രസ് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ട് മേക്ക് ആവും, അതിങ്ങനെ ബെല്ല് അടിച്ചുകൊണ്ടിരിക്കും. നമ്മളത് വിട്ട് കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്ക് ആവും. അപ്പോൾ അതാണ് ബെൽ പുഷ് ഓർ പുഷ് ബട്ടൺ സ്വിച്ച് എന്ന് പറയുന്ന അടുത്ത ടൈപ്പ് സ്വിച്ച്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കുറച്ച് സാധനങ്ങളിലേക്കാണ് പോകുന്നത്. ഡബിൾ പോൾ സ്വിച്ച്. ഡബിൾ പോൾ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോളിനെ മെക്കാനിക്കലി കപ്പിൾ ചെയ്തിരിക്കുന്ന ഒരു സ്വിച്ചാണ് ഡബിൾ പോൾ സ്വിച്ച് എന്ന് പറയുന്നത്. 2 പോൾസിനെ നമ്മൾ മെക്കാനിക്കലി കപ്പിൾ ചെയ്ത് വെക്കും. അതൊരു സിംഗിൾ നോബ് വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. സിംഗിൾ നോബ് വെച്ച് കഴിഞ്ഞിട്ട് 2 പൊസിഷൻ, 2 പോളിനെ അല്ലെങ്കിൽ 2 പോയിൻറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. സിംഗിൾ പൊസിഷൻ വെച്ച്, സിംഗിൾ നോബ് വെച്ചിട്ട്. അതിനെയാണ് DP സ്വിച്ച് എന്ന് പറയുക. അപ്പോൾ DP സ്വിച്ചിൻ്റെ ഒരു എക്സാമ്പിളാണ് ICDP സ്വിച്ച്, അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച് എന്ന് പറയും. ICDP സ്വിച്ച്, അതായത് ഇതിന് 2 പോൾ ഉണ്ടാവും, അതിനെ നമ്മൾ മെക്കാനിക്കലി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെ ഒരു ലൂപ്പ് വെച്ച് ചെയ്യും, അതായത് ഒരു ഫ്യൂസും അതേപോലെ തന്നെ ഒരു ന്യൂട്രൽ ലിങ്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരൊറ്റ നോബ് വെച്ചിട്ട്, നമ്മുടെ മെയിൻ സ്വിച്ച് എന്ന് നമ്മൾ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ICDP സ്വിച്ച് എന്ന് പറയുന്നത്, അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ഒരു ലിവർ ഉണ്ടാവും. ആ ലിവർ നമ്മൾ ഇടുന്ന സമയത്ത് അതിനകത്ത് 2 പോയിന്റുകൾ അറ്റ് എ ടൈം നമുക്ക് ക്ലോസ് ആവുക ചെയ്യുന്നത്. അറ്റ് എ ടൈം ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ന്യൂട്രൽ ലിങ്കും ഒന്ന് ഫേസ് വയറുമാണ്. അപ്പോൾ ഈ ഫേസ് വയറും ന്യൂട്രൽ ലിങ്കും അറ്റ് എ ടൈം നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത്, ഒറ്റ ലിവർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് 2 കൂടി ഒരുമിച്ച് ക്ലോസ് ആവും. അപ്പോൾ ഇത് മെയിൻ സ്വിച്ച് അല്ലെങ്കിൽ കൺട്രോൾ മെയിൻ ബ്രാഞ്ച് സർക്യൂട്ടുകൾക്ക് ഡൊമസ്റ്റിക് അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ് DP സ്വിച്ച് എന്ന് പറയുന്നത്. അതാണ് ICDP സ്വിച്ച് അല്ലെങ്കിൽ അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ DPIC സ്വിച്ച് എന്ന് പറയും. അത് സിംഗിൾ ഫേസ് ഡൊമസ്റ്റിക് അപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്ന ഒരു സയറാണ്. ഞാനിപ്പോൾ പറഞ്ഞ സാധനം തന്നെയാണ്. ICDP സ്വിച്ചാണ് ഡബിൾ പോൾ സ്വിച്ച്. നമ്മൾ 2 രീതിയിലാണ് പറയുക, ICDPയും ICTPയും. അയൺ ക്ലാഡ് ഡബിൾ പോളും അയൺ ക്ലാഡ് ട്രിപ്പിൾ പോളും. അയൺ ക്ലാഡ് ഡബിൾ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റുകളുണ്ടാവുക, ഒരു ന്യൂട്രൽ ലിങ്കും അതുപോലെ തന്നെ ഒരു ഫ്യൂസ് കാരിയർ ഉണ്ടാവും. അപ്പോൾ ഇതിന് 2 ഫ്യൂസ് കാരിയേഴ്സ് ഉണ്ടാവും. ഒന്ന് ഫേസ് വയർ ആണ്, മറ്റേത് ന്യൂട്രൽ ലിങ്ക് ആണ്. അപ്പോൾ ഇത് വെച്ചും കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരൊറ്റ മെയിൻ സർക്യൂട്ടിനെ സിംഗിൾ ഫേസ് ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസിലൊക്കെ ഇൻസ്റ്റലേഷൻസിലൊക്കെ നമ്മൾ സർക്യൂട്ടിനെ മേക്ക് ചെയ്യുകയും ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് നോർമലി ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടാവും. നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് ആണ്. ഇത് 16 ആംപിയർ മുതൽ 200 ആംപിയർ വരെയാണ് ഈ ICDP സ്വിച്ചിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ 3 ഫേസ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന സ്വിച്ചാണ് അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ എന്ന് പറയും. അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ അല്ലെങ്കിൽ ICTP സ്വിച്ച്. നമ്മൾ 3 ഫേസ് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ 3 ഫ്യൂസ് കാരിയർ ഒക്കെയുള്ള സർക്യൂട്ടുകളിലാണ് ഈ ഒരു സ്വിച്ച് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് സ്വിച്ചിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 3 പ്ലസ് ഒരു ന്യൂട്രൽ ലിങ്കും കൂടെ ഈ ഒരു സ്വിച്ചിനകത്ത് മേ ബി ഉണ്ടാവാറുണ്ട്. അപ്പോൾ 3 + 1 ന്യൂട്രൽ ലിങ്ക്. ഈ സ്വിച്ചിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 16 ആംപിയറിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ നമ്മൾ 3 ഫേസ് ആണ്, അപ്പോൾ 400 ആംപിയർ വരെയാണ് ഈ സ്വിച്ചിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് സ്വിച്ചുകളിൽ. ഇനി അടുത്തൊരു സ്വിച്ച് എന്ന് പറയുന്നതാണ് ടോഗിൾ സ്വിച്ച്. ടോഗിൾ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടോഗിൾ സ്വിച്ച് നമ്മളെ നമ്മുടെ സ്വിച്ച് പോലെ തന്നെയാണ്, പക്ഷേ അതിനകത്ത് ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ലിവർ ഉണ്ട് എന്നുള്ളതാണ് ടോഗിൾ സ്വിച്ചിൻ്റെ പ്രത്യേകത. സിലബസിനകത്ത് ടോഗിൾ സ്വിച്ച് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ലിവർ വെച്ചിങ്ങായിട്ട് നമ്മൾ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇത്തരം സ്വിച്ചുകളൊക്കെ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ലിവർ നമ്മൾ മേലോട്ടും താഴോട്ടും ആക്കുന്നതിനനുസരിച്ച് സർക്യൂട്ട് മേക്ക് ചെയ്യും ടേക്ക് ചെയ്യുക, ടോഗിൾ ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ടോഗിൾ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സർക്യൂട്ടിനെ മേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്യും ചെയ്യുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ടോഗിൾ സ്വിച്ച് എന്ന് പറയുക. അപ്പോൾ ഈ ടോഗിൾ സ്വിച്ച് നമ്മൾ സാധാ സ്വിച്ച് പോലൊക്കെ തന്നെയാണ്. അതിന് പല സ്പെസിഫിക്കേഷൻസ് പറയും, എത്ര പോൾ ഉണ്ട്, എത്ര ത്രോ ഉണ്ട്, എത്രയാണ് അതിൻ്റെ കറണ്ട് റേറ്റിംഗ്, എത്രയാണ് വോൾട്ടേജ് റേറ്റിംഗ്, സൈസ് എത്രയാണ്, അതിൻ്റെ നോബ് ഏത് ടൈപ്പിലാണ്, ബ്രാസ് കൊണ്ടുള്ളതാണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഏത് ഷേപ്പാണോ, ഓവൽ ഷേപ്പാണോ, റൗണ്ട് ഷേപ്പാണോ, ഫ്ലാറ്റ് ഷേപ്പാണോ, അങ്ങനെ പല രീതിയിലുള്ള നാച്ചുറകളിൽ ഈ ടോഗിൾ സ്വിച്ചുകൾ വരാറുണ്ട്. അതിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആംപിയർ, 6, 10, 16, 20, 25 ആംപിയർ. വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 125 വോൾട്ട്, 2 വോൾട്ട്, 250 വോൾട്ട് AC. പിന്നെ സൈസ്, അതിൻ്റെ ലെങ്ത്ത്, ഈ ഒരു നമ്മളുടെ ഇതിൻ്റെ ലെങ്ത്ത്, പ്രൊജക്റ്റഡ് ലിവറിൻ്റെ ലെങ്ത്ത് 8 mm, 10 mm, 12 mm, 15 mm, ഇങ്ങനെയൊക്കെ അതിൻ്റെ ലിവറിൻ്റെ സൈസ് വെച്ചിട്ടും നമ്മൾ ആ ടോഗിൾ സ്വിച്ചിൻ്റെ സൈസ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കൺട്രോളിങ് ഡിവൈസസ് അല്ലെങ്കിൽ സ്വിച്ചുകളെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് വേറൊരു സേഫ്റ്റി ഡിവൈസാണ് സർക്യൂട്ട് ബ്രേക്കർ. വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.